കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ക്രൂരമായ റാഗിങ്ങിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹമാസകലം കുത്തിപ്പരിക്കേൽപ്പിക്കുന്നതും മുറിവുകളിൽ ലോഷൻ പുരട്ടുന്നതും സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ. റാഗിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ക്രൂരതയ്ക്ക് പിന്നിൽ ഇടത് വിദ്യാർത്ഥി നേതാവുമുണ്ട്. അതിക്രൂരമായി പീഡനത്തിനിരയാകുന്നതാണ് ഈ കാണുന്നത്. മനസാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാനാവാത്ത ക്രൂരത. ഇരു കൈകാലുകളും കട്ടിലിനോട് ചേർത്ത് അനങ്ങാനാവാത്ത വിധം കെട്ടിയിട്ടിരിക്കുന്നു. ദേഹമാകെ ഡിവൈഡർ ഉപയോഗിച്ച് എണ്ണി കുത്തി മുറിവേൽപ്പിക്കുന്നു. മുറിവുകളിൽ ലോഷൻ തേച്ച് വേദനിപ്പിക്കുന്നു. വായിലും കണ്ണിലും ലോഷൻ നിറയ്ക്കുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ ഭാരമുള്ള ഡംബൽ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് സീനിയർ വിദ്യാർത്ഥികൾ അട്ടഹസിച്ച് ചിരിക്കുന്നതും ആനന്ദം കണ്ടെത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. റാഗിങ്ങിനിടെ സീനിയർ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇത്. അതേസമയം ക്രൂരമായ റാഗിംഗ് സംബന്ധിച്ച് ഹോസ്റ്റൽ വാർഡനോ കോളേജ് അധികൃതർക്കോ അറിവൊന്നും ലഭിച്ചിരുന്നില്ല എന്ന വാദം സംശയത്തിനിട നൽകുന്നതാണ്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ചും റാഗിങ്ങിൽ കൂടുതൽ ഇരകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ അമീദ് പറഞ്ഞു. നിലവിൽ ഒരു കുട്ടിയുടെ പരാതി പ്രകാരമാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും. പിന്നീട് ഈ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു രാഘവൻ കമ്മിറ്റി റിഫോംസ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. രാഘവൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. പിന്നെ UGCയുടെ റെഗുലേഷനുണ്ട് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട്, അതും കൃത്യമായിട്ട് പരിശോധിച്ച് ബാക്കി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, വാർഡന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള അന്വേഷണം കൂടെ കൃത്യമായിട്ട് നടത്തും. മദ്യം വാങ്ങുന്നതിനായി സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും പണം വാങ്ങിയിരുന്നു. പ്രതികളിൽ ഒരാളായ മലപ്പുറം സ്വദേശി രാഹുൽ രാജ് ഇടതനുകൂല സംഘടനയായ കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നഴ്സിംഗ് അസോസിയേഷൻ സംസ്ഥാന നേതാവാണെന്ന് SP പറഞ്ഞു. കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. ഒരു വിദ്യാർത്ഥി നേരത്തെ ഏതോ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിരുന്നു, സ്റ്റേറ്റ് തലത്തിലുള്ള നേതാവായിരുന്നു. ജനറൽ നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ കൃത്യമായിട്ട് അസോസിയേഷന്റെ പേര് ലഭ്യമായിട്ടില്ല. നേരത്തെ നേതാവായിരുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. രാഹുൽ എന്നുള്ള പ്രതിയാണ്. സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കുകയാണ് പോലീസ്. അറസ്റ്റിലായ 5 പേരുടെയും ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ജനം, കോട്ടയം.